നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റാൻഡം വേരിയബിൾസ്. റാൻഡം വേരിയബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമുക്ക് റാൻഡം എക്സ്പെരിമെന്റ്സ് ഉണ്ട് അല്ലേ. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുക. നമ്മളൊരു പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ആദ്യം പറയുന്ന എക്സാമ്പിൾ ആണ് കോയിൻ ടോസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഔട്ട്കംസ് ആണ് വരുന്നത്. ഒന്ന് എന്താണ്, ഹെഡും, അടുത്തതെന്ന് പറയുന്നത് ടെയിൽ ആണല്ലോ. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യാന്ന് വെച്ചാൽ റാൻഡം എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ കൺസിഡർ ടോസിങ് എ കോയിൻ 2 times. നമ്മളിപ്പോ ഇവിടെ എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു കോയിനെ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്ന കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് അങ്ങനെ ആകുമ്പോൾ സാമ്പിൾ സ്പേസസ് ആണ് അല്ലെ. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹെഡും ഒരു ടെയിലും വരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഔട്ട്പുട്ട്സ് കിട്ടും? 4 ഔട്ട്പുട്ട്സ് കിട്ടും അല്ലെ. എങ്ങനെയാണ്? 2 ഹെഡ് വരാം, 2 ടെയിൽ വരാം, ഒരു ഹെഡും ടെയിലും വരാം, ഒരു ടെയിലും ഹെഡും വരാം അല്ലെ. അങ്ങനെ 4 ഔട്ട്കംസ് ആണ് നമുക്ക് 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. അപ്പോൾ കൺസിഡർ ടോസിങ് എ കോയിൻ ഓഫ് 2 times. We can think of the following ordered sample space. നമുക്ക് നോക്കാം, each of these are equally likely. The outcome of a random experiment need not be a number. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടിയിരിക്കുന്ന TT, TH, HT, HH എന്നുള്ള രീതിയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുവാണെന്ന് വെച്ചാല് ന്യൂമറിക്കൽസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഈ കിട്ടിയിരിക്കുന്ന സാമ്പിൾ സ്പേസസിനെ നമ്മൾ ഒരു വേരിയബിളിലോട്ട് കോൾ ചെയ്തിട്ട് ഇതിന് ന്യൂമറിക്കൽ വാല്യൂസ് അസൈൻ ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ ദാറ്റ് നമ്പർ ഓഫ് ഹെഡ് ഒബ്റ്റെയിൻഡ് ഇൻ ന്യൂമറിക് ഈസ്. അപ്പൊ ഇതിനകത്ത് ഓരോ കേസിലും ഹെഡ് കിട്ടിയതിന്റെ ന്യൂമർ നോക്കാം. അതായത് ഇവിടെ ഹെഡ് കിട്ടിയിട്ടില്ല അല്ലെ, സോ 0. ഇവിടെ ഒരു പ്രാവശ്യം ഹെഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ, അപ്പൊ 1. ഇവിടെ എന്താ, ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അല്ലെ, 1. അപ്പൊ ഇവിടെ എന്താണ്, 2 പ്രാവശ്യം ഹെഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ, 2. അപ്പൊ ഇവിടത്തെ നമ്മൾ ഈ ഒരു ഔട്ട്കമ്മിനെ ന്യൂമറിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ, അക്കോർഡിംഗ് ടു ദ ബേസ് ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. നമ്പർ ഓഫ് ഹെഡ്സ് എത്ര കിട്ടിയെന്ന് നോക്കുകയാണല്ലേ. അപ്പൊ എന്താ, 0, 1, 2 ഇങ്ങനെയാണ് അവിടുത്തെ നമ്പേഴ്സ് പോകുന്നത്. അപ്പോ നമുക്കൊരു ഡെഫിനിഷൻ എങ്ങനെ നോക്കാന്ന് വെച്ചാല്, എ റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് എ റിയൽ നമ്പർ ടു ഈച്ച് ഔട്ട്കം ഇൻ ദ സാമ്പിൾ സ്പേസ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്കംസിനെ, സാമ്പിൾ സ്പേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂമറിക്കൽ വാല്യൂസിലോട്ട് കൊണ്ടുപോയിട്ട് അതിനെ ഒരു ഫംഗ്ഷനായിട്ട് അസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്ക് 2 തരം റാൻഡം വേരിയബിൾസ് ആണ് ഉള്ളത്. ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും ഒന്ന് കണ്ടിന്യൂസ് റാൻഡം variable. In this session we are going to discuss about discrete random variables. Discrete random variables എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. Consider the following random variables. And the number of children in a family. The first one we are discussing is then one, number of telephone calls received at a call center in a month. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് കേസിലാണെങ്കിൽ നമുക്ക് പോസിബിൾ വാല്യൂസ് ഫൈനൈറ്റ് അല്ലേ, ആണോ? അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി 1, 2, 3 എന്ന് നമുക്ക് പറയാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താണ്, പോസിബിൾ വാല്യൂസ് ഫൈനൈറ്റ് ആണ്. അടുത്ത കേസിലാണെങ്കിലോ, ദി നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഈസ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്നാണ് അല്ലെ. അതായത് നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് അറ്റ് എ കോൾ സെന്റർ ഇൻ എ മന്ത്. ഒരു കോൾ സെന്ററിൽ എത്ര കോൾസ് വരും എന്നുള്ളത് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്, അതായത് ഫൈനൈറ്റ് തന്നെയാണ് അല്ലെ. അതായത് 1, 2, 3, 4 എന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷെ എന്താണ്, ഫൈനൈറ്റ് അല്ല, ഇൻഫിനിറ്റ് ആണ്, നമുക്ക് ഉണ്ടാവും. അപ്പോ എന്താണ്, ഈ 2 കേസും വരാം. അതുകൊണ്ട് ഈ 2 എക്സാമ്പിൾസ് വരാം. ഒന്ന് കൃത്യമായിട്ട് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും, മറ്റേത് എൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ള അതാണ് ഫൈനൈറ്റ് ആൻഡ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ്. ഈ 2 കേസും ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. എ റാൻഡം വേരിയബിൾ is said to be a discrete random variable if it assumes finite or countably infinite number of values. അതാണ് എടുത്ത് ഞാൻ പറഞ്ഞത് 2 എക്സാമ്പിൾസ്. ക്ലിയർ ആവാം. നമ്പർ ഫൈനൈറ്റും ഉണ്ട്, കൗണ്ടബിളി ഇൻഫൈനൈറ്റും ഉണ്ട്. എന്ന് വെച്ചാൽ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി, കൃത്യമായിട്ട് നമുക്ക് എന്താ പറ്റും, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ് എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ഉള്ളത്. ഇനി
ഡിസ്ക്രീറ്റ് വേരിയബിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. എന്താണ് ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന് എക്സാമ്പിൾ? number of houses in a certain village of a district, number of students in a classroom of a school. അപ്പൊ നിങ്ങൾക്ക് ഇത് വായിക്കാൻ മനസ്സിലാവും ഇത് ഏതൊക്കെയാണ് ഫൈനൈറ്റും കൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. number of complaints received at the office of an airlines during a day, number of customers who visit a bank during an hour. അല്ലെ, അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. ഇതിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസും ഉണ്ട്, അല്ലെങ്കിൽ കൗണ്ടബിൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസും ഉണ്ട്. സോ ഇതാണ് ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. അപ്പം ഐ തിങ്ക് യു മേ ക്ലിയർ അബൌട്ട് വാട്ട് ഈസ് ഫൈനൈറ്റ് ആൻഡ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ്. ഫൈനൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം, കൗണ്ടബിളി ഇൻഫൈനൈറ്റ് എന്ന് കൃത്യമായിട്ട് പറയാം, പക്ഷെ എത്രയാണ് എന്നുള്ള അപ് ടു എന്നുള്ളത് പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ. 1 2 എക്സെട്ര അപ് ടു അങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആണ്. നോക്കി, ഇനി നമ്മൾ ഇതിനകത്തോട്ട് പോരുവാണ്. കൺസിഡർ ദി ടോസിംഗ് ഓഫ് എ കോയിൻ. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. അവിടെ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ഹെഡ് എന്താണ് 1 എന്ന് കൊടുത്തു, ടെയിൽ 0 എന്ന് കൊടുത്തു. അപ്പോ എക്സിന്, അതായത് നമ്മൾ എടുക്കുന്ന നമ്മുടെ റാൻഡം വേരിയബിളിന് നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിൾ എക്സ് ആണ്. അപ്പൊ എക്സിന് നമുക്ക് 2 വാല്യൂസ് ആണ് ഉള്ളത്, 1 1ഉം 1 0യും. നമ്മൾ എങ്ങനെയാ എടുക്കുന്നത്? ഹെഡ് കിട്ടുന്നതിനനുസരിച്ചാണ്. ഹെഡ് കിട്ടുന്ന 1ഉം ടെയിൽ കിട്ടുന്നത് 0യും. അപ്പൊ സാമ്പിൾ പോയിന്റ് ആണ് ടിയും എച്ച് എന്നും പറയുന്നത്. അതിന്റെ 2 എക്സും 0യും. ഇതാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലോട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രധാന പോയിന്റ് അവിടെ നോക്കേണ്ടത്, എക്സും വൈയും 2 റാൻഡം വേരിയബിൾസ് ആണെന്ന് വിചാരിക്കുക. If x and y are 2 random variables, a and b are 2 constants, 2 constants ആണ്. അങ്ങനെയാണെങ്കിൽ x plus a, അതായത് ഈ റാൻഡം വേരിയബിളിനോട് ആ കോൺസ്റ്റന്റ് ആഡ് ചെയ്താലും കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താലും 2 റാൻഡം വേരിയബിൾ ആഡ് ചെയ്താലും 2 റാൻഡം വേരിയബിൾ മൾട്ടിപ്ലൈ ചെയ്താലും 1 ബൈ റാൻഡം വേരിയബിൾ എടുത്താലും റാൻഡം വേരിയബിൾ സബ്ട്രാക്ട് ചെയ്താലും കോൺസ്റ്റന്റ് കൊണ്ട് ആഡ് ചെയ്താലും എല്ലാം കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? റാൻഡം വേരിയബിൾസ് തന്നെ ആയിരിക്കും. ഒരു റാൻഡം വേരിയബിളിനെ ഒരു സ്കെയിലർ കൊണ്ട് ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 2 റാൻഡം വേരിയബിൾസ് നമുക്ക് ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതേസമയം എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. പിന്നെ എന്താ? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. എങ്കിലും ഇതെല്ലാം തന്നെ എന്ത് തന്നെയാണ്? റാൻഡം വേരിയബിൾസ് ആണ്. ഇനി ഇതിനകത്തുള്ള അടുത്ത പ്രധാന ടോപ്പിക്കിലോട്ട് വരുവാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അപ്പോ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ, പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെ. അതിനകത്ത് നമ്മൾ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. PMF. Suppose x is a discrete random variable taking distinct values x1, x2, x3, x4 with probabilities p of x1, p of x2, p of x3, etc. p of x4. അപ്പൊ അതായത് ഓരോ വേരിയബിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ പ്രോബബിലിറ്റീസ് ആണ് ഇതെന്ന് പറയുന്നത്. x1, x2, etc. x4 കറസ്പോണ്ടിങ് ഒബ്സർവേഷൻസിന്റെ പ്രോബബിലിറ്റീസ് ആണ് p of x1, p of x2, p of x3, etc. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എവറി പ്രോബബിലിറ്റി ഈസ് എ നോൺ നെഗറ്റീവ് നമ്പർ. ഏതൊരു പ്രോബബിലിറ്റി എടുത്താലും അത് ഒരു നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും എന്തിനേക്കാളും വലുതായിരിക്കും? 0-നേക്കാളും വലുതായിരിക്കും. ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടന്റ് പോയിന്റ് വി നീഡ് ടു സ്റ്റഡി. എന്താണ് പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്? എപ്പോഴും എന്തായിരിക്കും? 0-നേക്കാളും വലുതായിരിക്കും. പിന്നെ the sum of all the probabilities is always unity. ടോട്ടൽ പ്രോബബിലിറ്റി എടുക്കുകയാണെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമുക്കൊരു കൺക്ലൂഷൻ ഇവിടെ ചെയ്യാം. ദി പ്രോബബിലിറ്റി വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 1 അല്ലെ. പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും എന്തിനിടയ്ക്കായിരിക്കും? 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. അപ്പോ ഇവിടെ എന്താണ്? every probability of a non-negative number is greater than or equal to 0 and the total sum is 1.
Then the array of values of x and their probabilities is called the probability distribution of the discrete random variable. അതായത് ഈ ഓരോ കറസ്പോണ്ടിങ് വാല്യൂവും അതിന്റെ പ്രോബിലിറ്റിയും കൂടെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത പഠിക്കാം. ഇവിടെ നോക്കി എക്സ്, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ, എക്സ് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് ഉണ്ട്. പി ഓഫ് എക്സ് വൺ, പി ഓഫ് എക്സ് ടു, പി ഓഫ് എക്സ് ത്രീ, പി ഓഫ് എക്സ് ഫോർ എന്ന് പറയുന്ന കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസും ഉണ്ട്. The probability function of a discrete random variable x gives നമുക്ക് കിട്ടുന്നത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു x എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. അപ്പൊ ഇത് ഓരോന്നിനെയാണ് എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കുകയാണെങ്കിൽ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. x1 p1, x2 p2, x3 p3, x4 p1 ഓരോ എക്സിനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും, പ്രോബബിലിറ്റി ഉണ്ടാവും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് പി എം എഫ്, ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രോബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0യോ അതിനേക്കാളും വലുതോ ആയിരിക്കും. ടോട്ടൽ പ്രോബിലിറ്റിയുടെ സം 1 ആണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത 2 പോയിന്റ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. എന്താണ് ഒന്നെന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി. അതായത് എക്സ് എന്ന് പറയുന്ന വാല്യൂ രണ്ടായിട്ടുണ്ട്. എക്കും സിക്കും ഇടയ്ക്കുള്ള പ്രോബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി. പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതായത് എയും സിയും രണ്ട് വാല്യൂസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബി ഈസ് ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. എക്കും സിക്കും ഇടയ്ക്കുള്ള വാല്യൂ ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ബി എന്ന് പറയുന്നത്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി. ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ പ്രോബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രോബിലിറ്റി ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു. രണ്ട് ഒബ്സർവേഷൻസിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഓരോന്നിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്തെടുക്കാൻ പറ്റും. പ്രോബിലിറ്റി ഓഫ് x1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് x2. These are the main properties of probability mass function. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷന്റെ 4 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ്. ഏതൊക്കെയെന്ന് പറയുന്നത്, പ്രോബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, സമ്മേഷൻ ടോട്ടൽ പ്രോബിലിറ്റിയുടെ സം 1 ആണ്. പിന്നെ എന്താണ്, പ്രോബിലിറ്റി ഓഫ് a ലെസ് ദാൻ x ലെസ് ദാൻ c എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് a ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b പ്ലസ് പ്രോബിലിറ്റി ഓഫ് b ലെസ് ദാൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു c and b is the value lies between a and c. ഇതാണ് എന്താ പറയുന്നത്, പ്രോബിലിറ്റി മാസ് ഫംഗ്ഷന്റെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ പ്രോബിലിറ്റി ഓഫ് x1 പ്ലസ് x2 എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് x1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് x2 ആണ്. ഇനി നോക്കി അടുത്തൊരു എക്സാമ്പിൾ നോക്കുവാണ്. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്ത എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ഹെഡിന്റെ വാല്യൂ 1ഉം ടെയിലിന്റെ വാല്യൂ 0 എന്നും പറഞ്ഞു. നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ, എന്താണ്, 2 കോയിൻ ടോസ് ചെയ്യുന്ന കേസ് പറഞ്ഞു അല്ലെ. 2 കോയിൻ ടോസ് ചെയ്തതിന്റെ ഹെഡ് കിട്ടേണ്ട പ്രോബിലിറ്റി എന്നാണ് നമ്മൾ അത് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൺസിഡർ ദി ടോസിംഗ് ഓഫ് 2 കോയിൻസ്. എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്, ഹെഡുകൾ കിട്ടുന്നതിൻ്റെതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. സാമ്പിൾ പോയിന്റ്സ് എന്ന് പറയുന്നപ്പോ എന്തായിരിക്കും, നമുക്കറിയാമല്ലേ, 2 എണ്ണം ടോസ് ചെയ്യുമ്പോൾ TT, TH, HT ആൻഡ് HH. അപ്പൊ TT ആകുമ്പോ 0, HT ആകുമ്പോ 1, TH ആകുമ്പോ 1, then THH ആകുമ്പോ 2 ആണ് അല്ലെ. അപ്പൊ ഇതാണ് അവിടുത്തെ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ്, അപ്പൊ നമ്മൾ ആദ്യം സാമ്പിൾ പോയിന്റ്സും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആണ് എഴുതിയത് അല്ലേ. ഇനി നമ്മൾ അതിന്റെ അടുത്ത് എന്ത് ചെയ്യാൻ പോവാണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതാൻ പോവാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതുമ്പോൾ ആദ്യം പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹെഡ് കിട്ടാത്തത് അല്ലെ. അപ്പൊ 2 ടെയിൽ കിട്ടുന്ന P ഓഫ് TT ഈക്വൽ ടു എന്താണ്, മൊത്തം നമുക്ക് 4 എണ്ണം ഉണ്ട്, അതിൽ ഒന്നേ ഉള്ളല്ലേ TT ഉള്ളത്. So 1/4 is the probability there. ഇനി അടുത്ത എന്താ,
പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോഴത്തേക്ക് എന്തരും HT ഉണ്ട് TH ഉണ്ട് അല്ലെ, രണ്ടെണ്ണം ഉണ്ട് 1 വരുന്നത്. അപ്പൊ 2/4. ദെൻ അടുത്ത എന്താ, എക്സ് ഈക്വൽ ടു 2, അതായത് HH വരുന്നത് അല്ലെ, അപ്പൊ എന്ത് വരും 1/4. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എങ്ങനെ എഴുതാം, ഇതുപോലെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലെ. അതായത് എക്സ് 0 വരുമ്പോൾ പ്രോബബിലിറ്റി 1/4, എക്സ് 1 വരുമ്പോൾ പ്രോബബിലിറ്റി 2/4, എക്സ് 2 വരുമ്പോൾ പ്രോബബിലിറ്റി 1/4. ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എഴുതാൻ പറ്റും. ഈ ടേബിളിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്താലോ. അതായത് എല്ലാ വാല്യൂസും 0-നേക്കാളും വലുതാണ് അല്ലെ, 1/4, 2/4 ആൻഡ് 1/4. ഇനി ഇതിന്റെ ടോട്ടൽ സമ്മം നോക്കിയേ, അതായത് 1/4 പ്ലസ് 2/4 പ്ലസ് 1/4, അതായത് എന്താണ് 3/4, 4/4, അതായത് എന്ത് കിട്ടും 1 കിട്ടും അല്ലെ. അപ്പൊ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. ഓരോന്നിന്റെയും വാല്യൂ എന്തിനേക്കാളും വലുതാണ്, 0-നേക്കാളും വലുതാണ്. അപ്പൊ ഇതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ നോക്കി നിങ്ങള്. The probability mass function of a random variable x is given by f of x equal to 2x by k, x equal to 1, 2, 3. Determine k അല്ലെ, കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, 2x by k ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എക്സിന്റെ വാല്യൂ പറയുന്നുണ്ട് 1ഉം 2ഉം 3ഉം ആണെന്ന്. കെയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ എഴുതിയതല്ല, നമുക്ക് ടേബിൾ വരയ്ക്കുവാണെങ്കിൽ ഇത് എക്സ് ഉണ്ട്, ഇത് പി ഓഫ് എക്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1, 2, 3 ആണ്. അപ്പൊ 1, 2, 3. എക്സിന് 1 കൊടുക്കുമ്പോ നമ്മുടെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്ത് വരും, 2/k വരും അല്ലെ. അടുത്ത എക്സിന് 2 കൊടുക്കുമ്പോൾ നമ്മുടെ പ്രോബിലിറ്റി എങ്ങനെ വരും, 2 × 2 4/k എന്ന് വരും അല്ലെ. അടുത്ത എന്താണ്, 3 കൊടുക്കുമ്പോൾ എന്ത് വരും, 2 × 3 6/k എന്ന് വരും അല്ലെ. അപ്പൊ ആക്ച്വലി ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഓരോ വാല്യൂസും എന്താണ്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ ഇതിന്റെ ഓരോ വാല്യൂയും പ്രോബബിലിറ്റി ആയതാണ് 0-നേക്കാളും വലുതായിരിക്കും. പിന്നെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും ആണല്ലോ. ഇതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് 2 പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്ന് 0-നേക്കാളും, അത് നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല അല്ലെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. സോ 2/k പ്ലസ് 4/k പ്ലസ് 6/k, അതായത് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് 1നോട് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് we need to find the value of k അല്ലെ. അപ്പൊ ഡിനോമിനേറ്റർ എല്ലാം k ആണ്. സോ നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. സോ 6 + 4 10 + 2 12/k is equal to 1. that means k is equal to 12 ആണല്ലോ. അപ്പൊ കെയുടെ വാല്യൂ എന്താണ്, 12. സോ ഓപ്ഷൻ ഏതാണ്, ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോ ആ പ്രോപ്പർട്ടി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്താണ്, ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എങ്കിൽ അതിലെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് ഏതാണ്, കൃത്യമായിട്ട് ഇങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ ആലോചിക്കണം ഇത് ഡിസ്ക്രീറ്റ് ആണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇതാണ് പ്രോപ്പർട്ടി നമ്മൾ നോക്കേണ്ടത്. സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇനി നമ്മൾ ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലെ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് പോവാണ്, മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ, മീൻ ആൻഡ് വേരിയൻസ്. അപ്പോ ഇതിന്റെ എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുന്നത്, വേരിയൻസ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ടേക്കിംഗ് വാല്യൂസ് x1, x2, x3, etc. x4, എന്നിട്ട് അതിന്റെ പ്രോബബിലിറ്റീസ് p1, p2, p3, p4, etc. മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ഓഫ് x യൂഷ്വലി ഡിനോട്ടഡ് ബൈ e ഓഫ് x. അപ്പൊ എക്സ്പെക്ടേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, e ഓഫ് x വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. e ഓഫ് x ഈക്വൽ ടു സമ്മേഷൻ x ഇൻറ്റു p ഓഫ് x. ഓരോ പ്രോബബിലിറ്റിയുടെ കൂടെയും നമുക്ക് കിട്ടുന്ന x എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്, എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന വേറൊരു പേരാണ് മീൻ എന്ന് പറയുന്നത്. മീൻ ഓഫ് ദി റാൻഡം വേരിയബിൾ ഈസ് ഓൾസോ നോൺ ആസ് ദ എക്സ്പെക്ടേഷൻ. അപ്പോ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്.
ഇനി expectation properties. If x represents a random variable, a and b are any two constants, രണ്ട് constants ആണെങ്കിൽ expectation of a equal to a ആണ്. അതായത് എപ്പോഴും ഒരു കോൺസ്റ്റന്റിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും. എടുത്തു പറയുന്നത് expectation of a constant is equal to that constant itself. E of a equal to a. E of a into x is equal to a into e of x. അടുത്ത e of x plus b എന്ന് പറയുമ്പോൾ x plus x ന്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് b അതുപോലെ ആഡ് ചെയ്യുക. അപ്പൊ ഇതാണ് മൂന്നെണ്ണം. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ മൂന്നെണ്ണം? ഫസ്റ്റ് വൺ ഈസ് expectation of a is equal to a. Expectation of a is equal to a. അടുത്ത expectation of ax equal to a into expectation of x. Expectation of x plus b is equal to expectation of x plus b. Then a expectation of ax plus b is equal to a into expectation of x plus b. Then expectation of x plus or minus y is equal to expectation of x plus or minus expectation of y. ഇവിടത്തെ സൈൻ എന്താണോ അത് നോക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് properties of expectation? The properties, if x represents a random variable a and b are any two constants, then expectation of a is equal to a. Constant expectation constant തന്നെയാണ്. expectation of ax എന്നത് a into expectation of x. expectation of x plus b എന്ന് പറയുന്നത് expectation of x plus b. expectation of ax plus b എന്ന് പറഞ്ഞാൽ a into expectation of x plus b. expectation of x plus or minus y എന്ന് പറയുന്നത് expectation of x plus or minus expectation of y. Then variance. അപ്പൊ നമ്മൾ എക്സ്പെക്ടേഷൻ പറഞ്ഞു. എക്സ്പെക്ടേഷൻ തന്നെ വേറെ പേര് മീൻ ആണ്. അപ്പൊ മീനിന്റെ കാര്യം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. Now we are moving to the variance. Variance of the random variable x is the expectation of the square of the difference between x and its expectation. അതായത് കണ്ടോ, ഒരു വേരിയബിളും അതിന്റെ എക്സ്പെക്ടേഷനും തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയറിനെയാണ് ആരെന്ന് പറയുന്നത്? വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് variance of a random variable x is the expectation of, that means e of, and the square of the difference between x and its expectation. x അതിന്റെ എക്സ്പെക്ടേഷനും തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയറിനെയാണ് എന്ത് പറയുന്നത്? വേരിയൻസ് എന്ന് പറയുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് the variable and the difference between the variable and the expectation of that variable square is known as the variance. So variance can be computed by this one. Variance of x equal to expectation of x minus expectation of x in the square ആണ്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ, അതായത് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് expectation of x the whole square. Then നമ്മൾ മീനിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേരിയൻസിന്റെ പ്രോപ്പർട്ടീസും ഉണ്ട്. വേരിയൻസ് ഓഫ് എ, ഒരു കോൺസ്റ്റന്റിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0. വേരിയൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എ എന്ന് പറയുന്നത് എ തന്നെയാണെന്നല്ലേ. അപ്പൊ വേരിയൻസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം. ഒരു കോൺസ്റ്റന്റിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വാല്യൂ തന്നെയാണ്. പക്ഷെ അതേസമയം ഒരു വേരിയൻസിന്റെ എക്സ്പെക്ടേഷൻ, വേരിയൻസിന്റെ ഒരു കോൺസ്റ്റന്റിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? 0 ആണ്. പിന്നെ വേരിയൻസ് ഓഫ് എ ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. അപ്പോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്. അതായത് ഇപ്പം വേരിയൻസ് ആണെന്നുണ്ടെങ്കിൽ, എക്സ്പെക്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇ ഓഫ് എ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അതേസമയം വേരിയൻസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഒരു കോൺസ്റ്റന്റിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. കോൺസ്റ്റന്റിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് 0 ആണ്. അടുത്തത് എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആയിരുന്നു. അതേസമയം വേരിയൻസ് ഓഫ് എ എക്സ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. സ്ക്വയർ എടുത്തിട്ട് എടുക്കുക. അടുത്തത് വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി, അതല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി നമ്മൾ എന്താ പറഞ്ഞത്? എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? പക്ഷെ വേരിയൻസ്
വേരിയൻസ് പറയുമ്പോൾ വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ വരൂ? എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് മാത്രമേ വരൂ. കാരണം കോൺസ്റ്റന്റ് വേരിയൻസ് എന്ന് പറയുന്നത് എന്താ? 0 ആണ് അല്ലെ? അപ്പൊ അതില്ല. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങള്. എക്സ്പെക്ടേഷന്റെയും വേരിയൻസിന്റെയും ആ ഡിഫറൻസസ്. എക്സ്പെക്ടേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് ദാറ്റ് കോൺസ്റ്റന്റ്, വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. എക്സ്പെക്ടേഷൻ ഓഫ് a into x is a into expectation of x. Variance of a into x is equal to a square into variance of x. Variance of ax plus b is equal to a square into variance of x. Expectation of x plus b equal to a into expectation of x plus b. ഇതാണ് നമ്മൾ നോക്കട്ടെ. പിന്നെ അടുത്തെന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ ആണ്. നേരത്തെ നമ്മൾ എന്ത് പഠിച്ചു? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ ആണെങ്കിൽ അതുപോലെ വരും എന്ന് പറഞ്ഞു അല്ലെ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞു. ഇവിടെ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ ആണെങ്കിൽ അതെന്താണ്? വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ ആണ്. ഇതാണ് ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നോക്കിയേ, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ ഈസ് ഗിവൺ ബൈ. ഒരു റാൻഡം വേരിയബിളിന്റെ മീൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇ ഓഫ് എക്സ്, വി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ്, പി ഓഫ് എക്സ്. ഇതെല്ലാം നൊട്ടേഷൻസ് ആണ് കേട്ടോ. ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ്പെക്ടേഷൻ അല്ലെ? അപ്പൊ മീനും എക്സ്പെക്ടേഷനും സെയിം ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ മീൻ ഓഫ് റാൻഡം വേരിയബിൾ ഈസ് ഗിവൺ ബൈ ഇ ഓഫ് എക്സ്. ആൻസർ ഇ ഓഫ് എക്സ് ആണ്. ഇ ഓഫ് എക്സ് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നോ? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിച്ചത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ഫംഗ്ഷൻ പി ഓഫ് എക്സ് ആണ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ 4 നൊട്ടേഷൻസ് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ ആണ്. മീൻ ഈസ് ഈക്വൽ ടു ദ എക്സ്പെക്ടേഷൻ, സോ ആൻസർ ഈസ് ഇ ഓഫ് എക്സ്. ഇനി മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഇസ് 24, then എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ. നമ്മുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം അല്ലെ? നമുക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 24 തന്നിട്ടുണ്ട് അല്ലെ? സോ 24 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 29. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് എന്താണ്? 29 ആണ്. വി ക്യാൻ അപ്ലൈ the properties there. Then the next one, the mathematical expectation of a square of deviation of a random variable from its arithmetic mean. The mathematical expectation of square of deviation of a random variable from its arithmetic mean. Arithmetic mean എന്ന് നമ്മൾ എന്താ? expectation of x ആണ് അല്ലെ? നമ്മൾ പറഞ്ഞു ഇവിടെ expectation of x ആണ് arithmetic mean. അപ്പൊ ഒരു ഒബ്സർവേഷന് അതിൽ നിന്നും ഉള്ള വ്യത്യാസം, അതിന്റെ സ്ക്വയർ, ഇതിന്റെ എന്താ ചോദിച്ചത്? മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്താന്നാ ചോദിച്ചത് അല്ലെ? അപ്പൊ ഈ വേർഡിങ്സ് ആകുമ്പോൾ നമുക്ക് ഡൗട്ട് വരുന്നത് എന്താണ്? ദ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഓഫ്. ഡീവിയേഷൻ മീൻസ് വി നീഡ് ടു സബ്ട്രാക്ട് ഫ്രം എ റാൻഡം വേരിയബിൾ ഫ്രം ഇറ്റ്സ് അരിത്തമെറ്റിക് മീൻ. എക്സിൽ നിന്നും അതിന്റെ അരിത്തമെറ്റിക് മീൻ ഇ ഓഫ് എക്സ് തന്നെയാണ്. ഇ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഇസ് ദിസ് ഈസ് ഇതെന്താണ്? എന്നൊരു ഡെഫിനിഷനാ? യെസ്, വേരിയൻസിന്റെ ഡെഫിനിഷൻ ആണ് അല്ലെ? അപ്പൊ അതെന്താണ്? വേരിയൻസിന് ഈക്വൽ ആണ്. അപ്പൊ എന്താണ്? ദ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ഓഫ് സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ഫ്രം ഇറ്റ്സ് അരിത്തമെറ്റിക് മീൻ is known as the variance of the variable. Then next question, if variance of x equal to 4, then variance of 2x plus 4 എന്താണ് എന്നുള്ളതാണ് അല്ലെ? variance of x നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 4 എന്ന് തന്നിട്ടുണ്ട്. then variance of 2x plus 4 എന്താണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? അപ്പൊ നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. variance of ax plus b is equal to a square into variance of x ആണെന്ന് പഠിച്ചു അല്ലെ? കാരണം കോൺസ്റ്റന്റ് വേരിയൻസ് എന്താ? 0 ആണല്ലേ? അപ്പൊ a square into variance of x. അപ്പൊ ഇവിടെ a യുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 2 അല്ലേ കിടക്കുന്നത്? സോ 2 square into variance of x, that is 4 into variance of x എന്ന് എത്രയാണ്? 4 തന്നെയാണ് അല്ലെ? അപ്പൊ ആൻസർ എന്താ? 4 into 4 16. അപ്പൊ എക്സ്പെക്ടേഷൻ ആണോ വേരിയൻസ് ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് നമ്മുടെ പ്രോപ്പർട്ടീസ് ആലോചിക്കുക, എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവർ ആൻസർ ഈസ് 16. Now next question, if x and y are two independent random variables, their variance are 3 and 2 respectively. അപ്പൊ x ഉം y ഉം രണ്ട് independent random variables ആണ്.
അതിനകത്ത് വേരിയൻസസ് തന്നിട്ടുണ്ട്. എന്താണ്? 3 2 ആണ്. അപ്പൊ വേരിയൻസ് ഓഫ് x 3ഉം വേരിയൻസ് ഓഫ് y 2 ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് പറയുന്നത് വേരിയൻസ് ഓഫ് 2x plus 3y എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം വേരിയൻസ് ഓഫ് ax എന്ന് പറയുന്നത് a square into വേരിയൻസ് ഓഫ് x ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2 square into വേരിയൻസ് ഓഫ് x plus 3y അല്ലെ. സോ 3 square into വേരിയൻസ് ഓഫ് y എന്ന് എഴുതാൻ പറ്റും അല്ലെ. സോ 4 into വേരിയൻസ് ഓഫ് x എന്ന് പറയുന്നത് 3 plus 9 into വേരിയൻസ് ഓഫ് y എന്ന് പറയുന്നത് 2. അതായത് എന്ത് വരും? 12 plus 18 എന്ന് വരും. ആണല്ലോ. സോ അവർ ആൻസർ ഈസ് 30. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അപ്പോ ഇത്രയാണ് നമ്മുടെ എന്താണ് വേരിയൻസിനെ കുറിച്ചിട്ടുള്ളതും നമ്മുടെ മീനിനെ കുറിച്ചിട്ടുള്ളതും. ഇനിയും നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. റാൻഡം വേരിയബിൾസ് എന്താണെന്നും അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ രണ്ടെണ്ണം ഉണ്ടെന്നും അതിനകത്ത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ എന്താണ് എങ്ങനെയാണ് അത് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. പ്രോബിലിറ്റി മാസ് ഫംഗ്ഷന് രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസും പിന്നെ എക്സ്പെക്ടേഷനും വേരിയൻസും ആണ് അതിന്റെ പ്രോപ്പർട്ടീസും ആണ് നമുക്ക് നോക്കേണ്ടത്. താങ്ക് യു.